വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി ആരവല്ലി പർവ്വത മേഖലയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പുനർനിർവചനത്തിന് ശേഷം ഖനനം ചെയ്യുന്ന മേഖല കൂടുമോ എന്ന് അറിയിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ്. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുമോ എന്ന് വിശദീകരിക്കണം. വിശദമായ പരിശോധന ആവശ്യമാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു. കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയാണ്. വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. ആരവല്ലി പർവ്വതങ്ങൾ ഖനനാനുമതി നൽകി അതിനെ നശിപ്പിക്കുന്നു, വലിയ തോതിൽ പ്രകൃതിയെ തകർക്കുന്ന നടപടിയാണ് എന്ന നിലയിൽ കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രൂപപ്പെട്ടു വരുന്നതിനിടയിലാണ് അത് കോടതിയിലേക്ക് വീണ്ടും എത്തുന്നത്. അതായത് 100 മീറ്ററോ അതിന് കൂടുതലോ ഉള്ള മേഖല മാത്രം സുരക്ഷിത അല്ലെങ്കിൽ സംരക്ഷണ മേഖല എന്ന നിലയ്ക്ക് കരുതാം എന്ന നിലയിലേക്കുള്ളൊരു നയമാറ്റത്തിലേക്ക് കടന്നതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. നിലയിൽ തന്നെ ഏകദേശം 31ഓളം കുന്നുകൾ പൂർണ്ണമായും ഇല്ലാതായി എന്നതടക്കമുള്ള വാദങ്ങൾ നിൽക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുണ്ട്. ബാലഗോപാൽ, ആരവല്ലിയുടെ സംരക്ഷണം അത് എങ്ങനെ ഉണ്ടാകും എന്നത് വലിയ ആശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ. എന്തൊക്കെയാണ് കോടതി പറയുന്നത്? പ്രകൃതി സ്നേഹികൾ അല്ലെങ്കിൽ പരിസ്ഥിതിവാദികൾ മുന്നോട്ട് വെച്ച ആശങ്കകൾ കോടതി പരിഗണിക്കുന്നുണ്ടോ? തീർച്ചയായും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആരവല്ലി മലനിരകൾ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന പുതിയ നിർവചനം അത് ഈ സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നു. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് സ്വമേധയാ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഈ കേസ് പരിഗണിച്ചിരുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ്. അദ്ദേഹം ഇന്ന് ഈ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം, അതായത് ഈ പുനർനിർവചനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ കേസിലെ എല്ലാ കക്ഷികൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പുനർനിർവചനത്തിന് ശേഷം ഈ ആരവല്ലിയിൽ ഈ ഖനനത്തിന് ഉള്ള സ്ഥലം അതിൽ എത്രത്തോളം വർധന ഉണ്ടാകുമെന്ന കാര്യത്തിൽ അറിയിക്കുവാൻ വേണ്ടിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം പുനർനിർവചനത്തിന് ശേഷം നേരത്തെ പറഞ്ഞിരുന്നത് ഈ 100 മീറ്റർ ഉയരത്തിൽ കൂടുതലുള്ള മലനിരകളിൽ മാത്രമാണ്, ഈ പ്രദേശത്തുള്ള മലനിരകൾ മാത്രമാണ് ആരവല്ലി മലനിരകൾ എന്ന ഒരു നിർവചനത്തിന്റെ ഭാഗമായി വരാൻ വേണ്ടി കഴിയുള്ളൂ എന്നും മറ്റു പ്രദേശങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകില്ല എന്നുമായിരുന്നു വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര പുതിയ മേഖലകളിൽ ഖനനം, അതായത് ഈ പുതിയ നിർവചനം ഉണ്ടായ സാഹചര്യത്തിൽ എത്ര പുതിയ മേഖലകളിൽ കൂടി ഖനനം അനുവദിക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ ഖനനത്തിനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ വേണ്ടിയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയിൽ യാതൊരു തരത്തിലുള്ള പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഏകാഭിപ്രായം ഉണ്ട് എന്ന് സുപ്രീം കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് സർക്കാരുകൾക്കെല്ലാം അക്കാര്യത്തിൽ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ പരിശോധന ആവശ്യമാണ് എന്നും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ഇന്നൊരു വിദഗ്ധ സമിതിക്ക് രൂപം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുന്നതിന് ഒരു വിദഗ്ധ സമിതി സംബന്ധിച്ചുള്ള രൂപീകരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന സൂചനയും ചീഫ് ജസ്റ്റിസ് ഈ ബെഞ്ചിന് നേതൃത്വം നൽകിയ ചീഫ് ജസ്റ്റിസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സമിതി രൂപീകരണത്തിലേക്ക് കടക്കാൻ വേണ്ടി പോയപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായിരുന്ന സോളിസിറ്റർ ജനറൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ആദ്യം കേൾക്കണം, തുടർന്ന് ഈ വിദഗ്ധരടങ്ങുന്ന ഈ മേഖലയിലെ വിദഗ്ധരടങ്ങുന്ന സമിതിക്ക് രൂപം നൽകുന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് തീരുമാനമെടുക്കാമെന്നാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ സ്വമേധയാ എടുത്ത കേസിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ കേസിലെ മുഴുവൻ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുവാൻ വേണ്ടി ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തീരുമാനിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വളരെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന്. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആരവല്ലി പർവ്വത നിരകൾ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുമെന്നതാണ്. പുതിയ നയത്തോടുകൂടി ഖനനം ചെയ്യാനുള്ള ഏരിയ കൂടുമോ എന്ന് വിശദീകരിക്കണമെന്ന അടക്കമാണ് കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. വിദഗ്ധ സമിതി രൂപീകരിക്കാമെന്നതിനോട് അനുകൂല സമീപനമെന്നാണ് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറലും വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അക്കാര്യം വിദഗ്ധ സമിതി രൂപീകരണവും അതിൻ്റെ പരിശോധനയും ഒക്കെ നടത്തുന്നതിലൂടെ നിലവിലുള്ള പർവ്വത മേഖലയെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു നടപടികളിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, ബാലഗോപാലിലേക്ക് ഒരിക്കൽ കൂടി. ബാലഗോപാൽ, എന്തൊക്കെയാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? നിലവിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്ന വലിയ വിമർശനങ്ങളുണ്ട്. മാധ്യമങ്ങളടക്കം അനുകൂല നിലപാടുകൾ എടുത്തിരുന്ന മാധ്യമപ്രവർത്തകരടക്കം കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞു എന്നതടക്കമുള്ള വാർത്തയായി വന്നതാണ്. കോടതിയുടെ ഈ ഇടപെടലിലൂടെ വിദഗ്ധ സമിതി രൂപീകരിക്കാമെന്നതിനോട് അനുകൂല സമീപനം എടുക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിലൊരു സമവായം എന്ന നിലയിലേക്കാണോ?
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ അമിക്കസ് ക്യൂറിയായി ഒരു അഭിഭാഷകനെ സീനിയർ അഭിഭാഷകൻ കെ പരമേശ്വരനെ സുപ്രീം കോടതി നിയമിച്ചിരിക്കുന്നു എന്നതാണ്. മലയാളിയായ എറണാകുളത്തുകാരനായ എറണാകുളം സ്വദേശിയായ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ കെ പരമേശ്വരനെ ഈ കേസിൽ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ അമിക്കസ് ക്യൂറിയായി നിയമിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. നേരത്തെ ഈ ഗോദവർമ്മൻ തിരുമൽപ്പാട് കേസ്, അതായത് സുപ്രീം കോടതിയിലെ വനം പരിസ്ഥിതി കേസുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ അമിക്കസ് ക്യൂറി ആയിരുന്നു കെ പരമേശ്വർ. ഉത്തർപ്രദേശ് സർക്കാരിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ആ കെ പരമേശ്വരനാണ് ഈ കേസിൽ ഇപ്പോൾ അമിക്കസ് ക്യൂറിയായി ചീഫ് ജസ്റ്റിസ് നിയമിച്ചിരിക്കുന്നത്. വിശദമായ വാദം കേൾക്കൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനുവരി 21-ന് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർവാദങ്ങൾ വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. അന്ന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്ര സർക്കാരിനോടും അതുപോലെ തന്നെ 4 സംസ്ഥാന സർക്കാരുകളോടും രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നൽകുന്ന വിശദീകരണത്തിൽ വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും ഈ വിദഗ്ധ സമിതി രൂപീകരണം സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നത്. ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ മലനിരകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിശദമായ വാദം കേൾക്കുന്നതായിരിക്കും. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും സുപ്രീം കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പരിസ്ഥിതിക്ക് എത്രത്തോളം ആഘാതം ഈ പുനർനിർവചനം സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിലാണ് അവർ ആദ്യം വിശദീകരണം നൽകേണ്ടത്. തുടർന്ന് നടക്കുന്ന മേഖലകളുടെ സംബന്ധിച്ച്, അതായത് പുനർനിർവചനത്തിന് ശേഷം ഖനനത്തിന് അനുമതി നൽകുന്ന മേഖലകളുടെ വിസ്തീർണം അറിയിക്കണം. ഈ നിയന്ത്രണങ്ങൾ ഏതൊക്കെ മേഖലകളിൽ മാത്രമായിരിക്കും ഉണ്ടാകുക എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണം. ഇതെല്ലാം ലഭിച്ചതിന് ശേഷം സുപ്രീം കോടതി തന്നെ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കോടതി തേടുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് തുടർ ഉത്തരവുകൾ ഉണ്ടാകുക എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി. കേസിൽ മലയാളിയായ സീനിയർ അഭിഭാഷകൻ കെ പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചിരിക്കുന്നു സുപ്രീം കോടതി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഒപ്പം ഗുജറാത്ത്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് എല്ലായിട്ടാണ് ആരവല്ലി പർവ്വതങ്ങൾ അല്ലെങ്കിൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ എല്ലാം സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ തേടും, കേന്ദ്രത്തിൽ നിന്ന് വിവരങ്ങൾ തേടും. കൃത്യമായി വിദഗ്ധ സമിതി രൂപീകരിച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി ഖനനാനുമതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകൂ. അതായത് ആരവല്ലി പർവ്വത മേഖലയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയുടെ കൃത്യമായ ഒരു ജാഗ്രത സംഭവിക്കാൻ പോകുന്നു എന്നതാണ്.